ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു കരാർ ഇന്ത്യ നേടിയിരിക്കുകയാണ്. ദീർഘകാലമായിട്ട് ഇന്ത്യയുടെ ഒരു വലിയ ശ്രമം അതിൻ്റെ പുറകിലുണ്ടായിരുന്നു. ഈ കരാറിൻ്റെ പേര് എഫ്റ്റ കരാർ എന്നാണ്. 100 ബില്യൺ അമേരിക്കൻ ഡോളറിൻ്റെ നിക്ഷേപമാണ്, 10 ലക്ഷം തൊഴിലവസരങ്ങളുമാണ് ഇന്ത്യയിലേക്ക് വരുന്നത്. ഈ കരാറിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടന്നാൽ ഇന്ത്യയുടെ വ്യാപാര ചരിത്രത്തിലെ ഒരു സുവർണ അധ്യായം കുറിച്ചുകൊണ്ടാണ് ഈ ഫ്രീ ട്രേഡ് അസോസിയേഷനുമായിട്ട്, അതായത് യൂറോപ്യൻ ഫ്രീ ട്രേഡ് അസോസിയേഷൻ. അത് എനിക്ക് തോന്നുന്നു 4 രാജ്യങ്ങളോ മറ്റോ ഉള്ളൂ. 4 രാജ്യങ്ങളുണ്ട്. ആ രാജ്യങ്ങൾ ഐസ്ലാൻഡ്, നോർവേ, ലിച്ചൻസ്റ്റൈൻ. 4 രാജ്യങ്ങളാണ്. 2024 മാർച്ചിൽ ഒപ്പുവെച്ച ഈ സുപ്രധാനമായ കരാർ നവമി ദസറ ആഘോഷങ്ങൾക്ക് മുന്നോടിയായി 2025 ഒക്ടോബർ 2 ഔദ്യോഗികമായി അത് നിലവിൽ വന്നു. അപ്പൊ ഇതിന് ഏറ്റവും വലിയൊരു സന്തോഷം ദസറ മാത്രമല്ല, ഗാന്ധി ജയന്തി 2-ാം തീയതി. നമുക്ക് ഇതിന് ഏറ്റവും വലിയ സന്തോഷ വാർത്ത എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ 2 പതിറ്റാണ്ടിലേറെയായി യൂറോപ്യൻ രാജ്യങ്ങളുമായി ഒരു വ്യാപാര കരാർ പോലും ഉണ്ടാക്കാൻ കഴിയാതിരുന്ന നമുക്ക് ഇന്ത്യക്ക് എന്ന് പറഞ്ഞാൽ 20 കൊല്ലമായിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ലഭിച്ച വലിയ നയതന്ത്ര വിജയമാണ്. അങ്ങനെയാണ് ഏതായാലും ആർക്കും നിഷേധിക്കാൻ പറ്റില്ല. മാഷ് എങ്ങനെയാണ് ഈ ഒരു വലിയ കരാറിനെ നോക്കിക്കാണുന്നത്? തീർച്ചയായിട്ടും അത് ഞാൻ ഇതിനൊരുപാട് പ്രാധാന്യം കാണുന്നുണ്ട്. ഒന്ന്, യൂറോപ്യൻ യൂണിയനിലെ ഒരു രാജ്യവുമായിട്ടും യൂറോപ്യൻ യൂണിയനിൽ പലതരം കൂട്ടായ്മകൾ അതിനകത്ത് തന്നെ ഉണ്ട്. അതിലൊരു കൂട്ടായ്മയാണ് എഫ്റ്റ. അപ്പോൾ പല രാജ്യങ്ങളും പല ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന ബാൾട്ടിക് രാജ്യങ്ങൾ വേറെ എന്ന് പറയും പോലെ തന്നെയുള്ള പല രാജ്യങ്ങൾ, സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ വേറെ, യൂറോപ്പിൽ ഒരുപാട് കൂട്ടായ്മകളുണ്ടല്ലോ. ആ കൂട്ടായ്മകളോടൊന്നും ഇതുവരെ ഒരു ധാരണയിലും എത്താൻ കഴിഞ്ഞ 20 കൊല്ലമായിട്ട് ഇന്ത്യ ഭരിച്ച സർക്കാരുകൾക്ക് സാധിച്ചിട്ടില്ല. അപ്പോഴാണ് നയപരമായി ഏറ്റവും നേട്ടം ഉണ്ടാക്കുന്ന ഒരു നേട്ടം. എഫ്റ്റ എന്ന് പറയുന്നത് 4 രാജ്യങ്ങളാണെങ്കിൽ പോലും ആ 4 രാജ്യങ്ങൾ കയറ്റുമതിയിലൊക്കെ ലോകത്തിലെ എല്ലാ രാജ്യങ്ങൾക്കും ആവശ്യമുള്ളവരാണ്. വലിയ സമ്പന്ന സ്വിറ്റ്സർലൻഡാണ്. പ്രത്യേകിച്ച് ഈ ക്ഷീരോൽപ്പന്നങ്ങൾ, മിൽക്ക് ഉൽപ്പന്നങ്ങൾ, അതുപോലെ ചീസ് പോലുള്ള ഉൽപ്പന്നങ്ങൾ, ഈ ഡയറി ഉൽപ്പന്നം, പാലുൽപ്പന്നങ്ങൾ, അതുപോലെ തന്നെ ഫ്രൂട്ട്സ്, ഇങ്ങനെയുള്ള ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും, ചോക്ലേറ്റ്സ്. അപ്പോൾ വാച്ചുകൾ, സ്വിസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ ആദ്യം ഞാൻ സ്വിസ് എന്നുള്ള വാക്ക് തന്നെ ഞാൻ കേൾക്കുന്നത് നാട്ടിലൊക്കെ ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട കടകൾക്കൊക്കെ സ്വിസ് വാച്ച് തന്നെ പേര് കൊണ്ടോട്ടിയിലെ ഏറ്റവും വലിയ കച്ചവട സ്ഥാപനം സ്വിസ് വാച്ച് ഹൗസ്. ഇപ്പോഴും ലോകത്തെ ഏറ്റവും മികച്ച വാച്ചുകളൊക്കെ സ്വിസ് വാച്ച്, അതുപോലെ സ്വിസ് ചോക്ലേറ്റുകൾ. അപ്പോൾ സ്വിസ് എന്ന് പറയുന്നത് മാത്രമല്ല ലോകത്തിലെ സ്വിസ് ബാങ്ക് ഈ നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയക്കാർക്കും അഴിമതിക്കാർക്കും ഏറ്റവും പ്രിയപ്പെട്ടതാണ്. കാരണം പണം സൂക്ഷിക്കുന്ന സ്ഥലമാണ്. മാത്രമല്ല അവരത് ഉദാരമായി സ്വീകരിക്കുകയും ചെയ്യും. വേറൊന്നും വേണ്ട, അവർ സേഫായിട്ട് സൂക്ഷിക്കും ആരുടെ പണം. ഇപ്പോൾ റോബിൻജി എത്ര പണം കൊണ്ടിട്ടു എന്നുള്ളത് ആരോടും പറയില്ല, അത്ര സെക്യൂർ ആണെന്നാണ് പറയുക. അപ്പോൾ എത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രാജ്യമാണ് സ്വിറ്റ്സർലാൻഡ്. ബാക്കി നോർവേ ആയാലും എല്ലാവരും അതെ. അപ്പോൾ ആ രാജ്യങ്ങളുമായിട്ടൊരു കരാറുണ്ടാക്കുന്നു. അതിൻ്റെ ഒരു പ്രാധാന്യം ഞാൻ കാണുന്നത് യൂറോപ്യൻ യൂണിയനിലെ പ്രധാനപ്പെട്ട ഒരു കൂട്ടായ്മയുമായി വ്യാപാര കരാർ ഉണ്ടാക്കുന്നു. ഞാൻ കരാറിൻ്റെ വിശദാംശങ്ങൾ നോക്കുമ്പോൾ അത് അവർക്ക് ഗുണം ചെയ്യുന്നതിലേറെ തീർച്ചയായിട്ടും നമുക്ക് ഗുണം ചെയ്യുന്നതാണ്, നമുക്ക് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്നതാണ്. വേറെ ഒരു ഗുണം കൂടിയുള്ളത്, യൂറോപ്യൻ യൂണിയനിലെ ഒരു കൂട്ടം രാജ്യങ്ങളുമായി കരാറുണ്ടാക്കിയത് നാളെ യൂറോപ്പിലെ മുഴുവൻ രാജ്യങ്ങൾക്കും പ്രചോദനമാണ്. നമ്മളുമായിട്ട് കരാറുണ്ടാക്കുക. അതാണ് ഈ കാര്യത്തിൽ ഏറ്റവും വലിയ നയതന്ത്ര വിജയം. അതാണ് ഇതിന്റെ കരാറിന്റെ പേര് തന്നെ FT ആണ്. ഫ്രീ ട്രേഡ് ഓർഗനൈസേഷൻ ആണല്ലോ, ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് ആണ് FTA. ഇപ്പോൾ ലോകത്തിലെ പുതിയ മാർക്കറ്റ് തന്നെ, പുതിയ രാജ്യാന്തര ബന്ധങ്ങളൊക്കെ ഫ്രീ ട്രേഡ് ആണ്. സ്വതന്ത്രമായി ഏത് രാജ്യത്തും ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളെ മറ്റേത് രാജ്യത്തും കയറ്റി അയക്കാൻ കഴിയണം. എനിക്ക് തോന്നുന്നു നമുക്ക് യുകെയുമായിട്ട് ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട്, എഗ്രിമെന്റ് വെച്ചിട്ടില്ല എന്ന് തോന്നുന്നു. യുകെയുമായി ഉണ്ടാക്കിയ ധാരണ ഇത്തരത്തിലൊരു ധാരണയല്ല. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു കരാർ ഒപ്പിട്ടാൽ ഈ 4 രാജ്യങ്ങൾക്കും ബാധകമാണ്. യുകെയുമായി സ്വകാര്യമായ ധാരണകൾ കുറച്ചുകൂടി ഉദാരമാണ് അല്ലേ? വളരെ ഉദാരമാണെന്ന് മാത്രമല്ല, ഇത് മാതൃകാപരമാണ്. ഇനി വേണമെങ്കിൽ യൂറോപ്യൻ യൂണിയന് തന്നെയും ഇത്തരം എഗ്രിമെന്റ് ഉണ്ടാക്കാം. ഈ കരാറിന്റെ വിശദാംശങ്ങളിലേക്ക് പോയാൽ അടുത്ത 15 വർഷത്തിനുള്ളിൽ FTA രാജ്യങ്ങൾ ഇന്ത്യയിൽ $100 ബില്യൺ നിക്ഷേപിക്കുന്നത്. തൊഴിലില് ഈ നിക്ഷേപത്തിലൂടെ ഇന്ത്യയിൽ കുറഞ്ഞത് 10 ലക്ഷം നേരിട്ടുള്ള തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും. 25 ബില്യൺ 10 ലക്ഷം പേർക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടും. 10 ലക്ഷം തൊഴിലവസരങ്ങൾ. അത് ചെറിയ ഓഫർ അല്ലല്ലോ, കാരണം $100 ബില്യൺ അല്ലേ? അതെ, $100 ബില്യൺ അടുത്ത 15 കൊല്ലം കൊണ്ട് ഇന്ത്യയിൽ വലിയ ഇൻവെസ്റ്റ്മെന്റ് വരാൻ പോവാൻ. ഫോറിൻ ഡയറക്റ്റ് FDP എന്ന് പറയും, FDI, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് വരുന്നു എന്നതിന്റെ അർത്ഥം.
അതിൻ്റെ ഒരു എമൗണ്ട് വലിയൊരു വലിയ വിശ്വാസ്യതയും വലിയ മാറ്റവുമാണ് രാജ്യത്തിനുണ്ട്. അതുപോലെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു. 10 ലക്ഷം ചെറുപ്പക്കാർക്ക് തൊഴിൽ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ അത് വലിയ നേട്ടമല്ലേ? തീർച്ചയായിട്ടും ചെറിയ കാര്യമല്ല. നമ്മുടെ സുരക്ഷാ വ്യവസ്ഥയെ എങ്ങനെയാണ് ഇത് ബാധിക്കുന്നതെന്നാണ്. നിക്ഷേപ വാഗ്ദാനം പാലിക്കപ്പെടുന്നില്ലെങ്കിൽ നൽകിയ കസ്റ്റംസ് ഇളവുകൾ പിൻവലിക്കാനുള്ള പ്രത്യേക അധികാരം ഇന്ത്യക്ക് ഈ കരാർ വഴി ലഭിക്കുന്നു എന്നാണ്. ഇന്ത്യക്കാണ് നേട്ടം. അവർ പാലിച്ചില്ലെങ്കിൽ അതിനകത്ത് പിന്നോട്ട് പോകാനുള്ള അവകാശം ഇന്ത്യക്കുണ്ട്. അത് ശ്രദ്ധേയമായിട്ടുള്ളൊരു ഒരു പോയിന്റാണ്. ഇരു രാജ്യങ്ങൾക്കും ഈ കാര്യം കൊണ്ട് നേട്ടം. അത് പോസിറ്റീവായ ഒരു കാര്യമാണ്. അത് കരാറിൽ നിർബന്ധമായി ഉൾപ്പെടുത്തേണ്ടതുമാണ്. ഏതെങ്കിലും ഇപ്പോൾ നമ്മളോട് മാന്യമായി ഉണ്ടാക്കിയ ഒരു ജെന്റിൽമാൻ എഗ്രിമെന്റ് എവിടെയെങ്കിലും വെച്ച് പാലിച്ചില്ല എങ്കിൽ ആ കരാർ ഏകപക്ഷീയമായി റദ്ദാക്കാൻ നമുക്ക് പറ്റണം. അതിന് വകുപ്പുണ്ടല്ലോ. പോസിറ്റീവാണ്, വളരെ ഗുണകരമാണ്. ഇന്ത്യയുടെ ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയുടെ ഏറ്റവും വലിയ നേട്ടങ്ങൾ കയറ്റുമതി തീരുവ ഇളവുകളുണ്ട്. 100% വരെ ഇളവുണ്ട്. ഇന്ത്യയുടെ പ്രധാന കയറ്റുമതി മേഖലകൾക്ക് യൂറോപ്പിൽ വലിയ വിപണി ഓപ്പണായി കിട്ടുകയാണ്. പ്രത്യേകിച്ച് മെഷീനറി, വസ്ത്രം, തുകൽ വ്യവസായം, ആഭരണങ്ങൾ, ജൈവ രാസവസ്തുക്കൾ, പ്രോസസ് ചെയ്ത ഫ്രോസൺ ഫുഡ്സ്, അത്തരം കാര്യങ്ങൾക്കൊക്കെ ഈ തീരുവ ലഭിക്കുമെന്നാണ് അല്ലേ? തീരുവയുടെ ഇളവ് ലഭിക്കും എന്ന് പറഞ്ഞാൽ ഒരു സാധനം നമ്മുടെ രാജ്യത്ത് നിന്ന് കയറ്റി അയക്കുമ്പോൾ നമ്മുടെ രാജ്യത്തിന് തരേണ്ട നികുതിയാണ് ഈ കസ്റ്റംസ് ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഐ മീൻ എക്സൈസ് ഡ്യൂട്ടി എന്ന് പറയുന്നത്. അവിടെ കൊടുക്കേണ്ടതാണ് കസ്റ്റംസ് ഡ്യൂട്ടി. നമ്മുടെ രാജ്യത്തിന് നികുതി കിട്ടുകയും ചെയ്യും. അവിടെ കസ്റ്റംസ് ഡ്യൂട്ടി 100% ഇളവാണ്. സ്വിറ്റ്സർലൻഡിലേക്ക് കാർഷികേതര ഉൽപ്പന്നങ്ങൾക്ക് 100% ഇളവാണ്. അതാണ് വലിയ മാറ്റം. തീരുവ ഇളവ് തീർച്ചയായിട്ടും. അപ്പൊ ട്രംപൊക്കെ അടിച്ചു കൊടുക്കുന്ന ഈ 100, 200, 500 ഒക്കെ അടിച്ചു കൊടുക്കുമ്പോൾ അവിടെ ഈ ഇളവുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. പഠിക്കട്ടെ ട്രംപ് എങ്ങനെയാണ് മനുഷ്യര് വ്യാപാരം വളർത്തുക എന്ന്. അത് സ്വിറ്റ്സർലൻഡിലാണെങ്കിൽ ഐസ്ലൻഡിലും നോർവേയിലും അരി, കാപ്പി, മിഠായി, പ്രോസസ് ചെയ്ത പഴങ്ങൾ, അങ്ങനെയുള്ള എല്ലാ ഉൽപ്പന്നങ്ങളും അവിടെ നിന്നും ഇന്ത്യയിലേക്ക് എത്തും. സ്വിസ് വൈൻ, പ്രശസ്തമായ സ്വിസ് വാച്ച്, ചോക്ലേറ്റ്, നമ്മൾ ആഗ്രഹിച്ച് കൊതിച്ചിരുന്ന വാച്ചുകളൊക്കെ അതൊക്കെ ഇനി 100% അല്ലെങ്കിൽ ഇത്ര ശതമാനം തീരുവ കുറച്ചുകൊണ്ട് ഇവിടെ നമ്മുടെ മാർക്കറ്റിലെത്താൻ പോവാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മുടെ ഇവിടെ നിർമ്മിക്കുന്ന വൈനിനേക്കാളും വില കുറച്ച് സ്വിസ് വൈൻ കിട്ടുമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അത് തന്നെ വാങ്ങുള്ളൂ. ഉറപ്പായിട്ടും. തീർച്ചയായിട്ടും. ഇപ്പൊ നമുക്ക് ഈ ഒമേഗ 3 പോലുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ഈ മീൻ എണ്ണയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഒമേഗ 3 ഉൽപ്പന്നങ്ങളുണ്ട്. അത് നോർവീജിയൻ ഉൽപ്പന്നങ്ങളാണ് ഏറ്റവും വിലയുള്ളത്. ഇപ്പൊ നോർഡിക് ഒക്കെ പോലുള്ള കമ്പനിയാണ് ലോകത്തിലെ ഏറ്റവും മികച്ച ഉൽപ്പന്നം ഉണ്ടാക്കുന്നത്. ഞാനൊക്കെ അത് ഉപയോഗിക്കുന്ന ആളാണ്. അപ്പൊ ആ നോർവീജിയൻ കടൽ വിഭവങ്ങൾ ഇന്ത്യൻ വിപണിയിൽ വില കുറഞ്ഞെത്തും എന്ന് പറയുന്നത് നമ്മൾ ആരോഗ്യ സംരക്ഷണം എല്ലാത്തിനും നമുക്ക് വൈനില് തീരുവ. വൈൻ ലോകോത്തര നിലവാരമുള്ള വൈൻ 150% വൈൻ തീരുവ അടുത്ത 25% കുറയും. അപ്പം വില 3 കുറയും. അല്ല, എത്ര 150% ഉണ്ടായിരുന്നത് 25% കുറയാണ്. എത്ര വ്യത്യാസം വരാൻ പോകും? വ്യത്യാസം വരില്ലേ? മരുന്നുകൾക്കും ഡൈ ഈ നമ്മുടെ ഈ പിന്നെ തുണികൾക്കുള്ള ഡൈകളും അടക്കം എല്ലാം സ്റ്റീൽ, നമ്മുടെ തുണി വ്യവസായത്തെ കൂടി വലിയ തോതിൽ സ്വാധീനിക്കും. വസ്ത്രങ്ങൾ, അവയ്ക്കൊക്കെ ഈ ഇളവുകൾ ലഭിക്കുന്നതാണ്. സേവന മുന്നേറ്റ മേഖലകളിൽ, സംരക്ഷിത മേഖലകളിലൊക്കെ IT പ്രൊഫഷണൽ സർവീസുകൾ ഉൾപ്പെടെ 100% സേവന ഇളവുകളാണ് ഈ ഒരു പ്രവേശനത്തിലൂടെ, ഈ ഒരു കരാറിലൂടെ ഇന്ത്യക്ക് കിട്ടാൻ പോകുന്നത്. അപ്പോൾ അത് എന്തായാലും രാജ്യത്തിൻ്റെ ആഭ്യന്തര ഉൽപ്പാദകരെ സംരക്ഷിക്കുന്നതിനായി പാലുൽപ്പന്നങ്ങൾ, സോയ, കൽക്കരി, എന്തെല്ലാം ഉൽപ്പന്നങ്ങളാണ്. 4 രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ അവിടുന്ന് വരുന്ന ഉൽപ്പന്നങ്ങൾ, ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോകുന്ന ഉൽപ്പന്നങ്ങൾ അല്ലേ, വലിയ ചേഞ്ചാണ്. അതാണ് കൽക്കരിയൊക്കെ നമുക്ക് ഏറ്റവും കൂടുതൽ കയറ്റി അയക്കാനുള്ള സാധനങ്ങളാണ്. അതിന് അവിടെ വലിയ ഇളവ് കിട്ടുന്നു എന്നുള്ളത് വലിയ കാര്യം തന്നെ. തീർച്ചയായിട്ടും. ഈ ഒരു കരാറിൽ പക്ഷേ കാണുന്ന തന്ത്രപരമായ പ്രാധാന്യത്തെക്കുറിച്ച് വാർത്താക്കുറിപ്പ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ആഗോള വ്യാപാര കേന്ദ്രമാകാൻ ഇന്ത്യ നിലവിൽ യൂറോപ്യൻ യൂണിയൻ, അമേരിക്ക, ഒമാൻ, ഇസ്രായേൽ തുടങ്ങിയ രാജ്യങ്ങളുമായി സമാനമായ FTA ചർച്ചകൾ തുടരുന്ന സാഹചര്യമാണ്. മാഷ് തുടക്കത്തിൽ പറഞ്ഞു ഇത് പലർക്കും പ്രചോദനകരമാവും എന്ന് പറഞ്ഞു. ആ സാഹചര്യത്തിൽ ഈ FTA കരാർ ഇന്ത്യയുടെ അന്താരാഷ്ട്ര നില മെച്ചപ്പെടുത്തുകയും ഈ കരാർ ഇന്ത്യയെ വിശ്വസനീയവും പ്രധാനപ്പെട്ട ഒരു ആഗോള വ്യാപാര പങ്കാളിയായി കാണാൻ പ്രേരിപ്പിക്കുമെന്നാണ്. തീർച്ചയായിട്ടും. അതിൻ്റെ ആ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിനകത്ത് ഒളിച്ചിരിക്കുന്ന വളരെ നഗ്നമായ ഒരു രാഷ്ട്രീയ കുത്തുണ്ട്. അത് സാക്ഷാൽ ട്രംപിൻ്റെ താരിഫ് വിപ്ലവം ഉണ്ടല്ലോ, താരിഫ് യുദ്ധം. അതിന് കിട്ടുന്ന ട്രംപ് ഈ കളിയൊക്കെ കളിക്കുന്നത് എന്തിനാ? ഇന്ത്യക്കാരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റുപോകരുത്, ഇന്ത്യ പട്ടിണിയാവണം, അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറക്കണം, അങ്ങനെയാണല്ലോ വിചാരിക്കുന്നത്. അമേരിക്കയിൽ നിന്ന് എന്താ സംഭവം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ അമേരിക്കയുടെ വാതിൽ ഓരോരുത്തരും അടച്ചുകയാണ്. മതി,
നിങ്ങളായിട്ടുള്ള ഏർപ്പാട് മതി. അതിന് പകരം എന്നും അമേരിക്കയുടെ ചൊൽപ്പടിക്ക് നിന്ന രാജ്യങ്ങളാണ് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ. അതിലെ ആ രാജ്യങ്ങളിലെ ഏറ്റവും ശക്തന്മാരായ 4 രാജ്യങ്ങൾ ചേർന്ന യൂണിയനുമായിട്ടാണ് ഇപ്പോൾ നമ്മൾ ഈ എഫ്റ്റയുമായി ഉണ്ടാക്കിയിരുന്ന കരാർ എന്ന് പറഞ്ഞാൽ അത് യൂറോപ്യൻ സ്വന്തക്കാർ തന്നെ, സ്വന്തം കക്ഷത്തിരുന്ന രാജ്യങ്ങൾ തന്നെ കക്ഷത്തിരുന്നിട്ട് കവളത്ത് 2 കടി കൊടുക്കുന്നതിന് തുല്യമാണ്. അത്ര അമേരിക്കക്ക് വലിയ തിരിച്ചടിയാണ്. അതാണ് ഇതിന്റെ രാഷ്ട്രീയ പ്രാധാന്യം. അതാണ് രാഷ്ട്രീയ പ്രാധാന്യം. ഇതാ ഇന്ത്യയുമായി കരാറുണ്ടാക്കാനും ഇന്ത്യയോട് വാങ്ങാനും ഇന്ത്യക്ക് കൊടുക്കാനും യൂറോപ്യൻ യൂണിയനും അമേരിക്കക്കും ഒമാനും ഇസ്രായേൽ അടക്കമുള്ള രാജ്യങ്ങൾക്കും ആ പ്രയോഗത്തിൽ അതുണ്ട്. അമേരിക്ക ഒന്നുകിൽ ഇന്ത്യയുമായിട്ടുള്ള വ്യാപാരം ശക്തിപ്പെടുത്തുകയല്ലാതെ വേറെ വഴിയില്ല എന്ന നിലപാടിലേക്ക് വരും. ഒമാനുമായിട്ട് ആലോചന നേരത്തെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അറബ് രാജ്യങ്ങളിൽ കാർഷികമായി വളരെ പുരോഗതിയിൽ നിൽക്കുന്ന ഒരു രാജ്യമാണ് ഒമാൻ. കൃഷി അവരുടെ ഒരു പ്രധാനപ്പെട്ട ഉപാധി. അങ്ങനെ വരുമ്പോൾ ഇത് വെറും ഒരു വ്യാപാര കരാർ മാത്രമല്ലെന്നും മറിച്ച് ലോകോത്തര നിർമ്മാണ സേവന കേന്ദ്രമാകാനുള്ള ഇന്ത്യയുടെ സ്വപ്നത്തിന് കരുത്തേകുന്ന യൂറോപ്പിലെ സമ്പന്ന രാജ്യങ്ങളുമായി ഇന്ത്യയെ ബന്ധിപ്പിക്കുന്ന തന്ത്രപരമായ ഒരു പാലമായി ഈ എഫ്റ്റ സ്ട്രാറ്റജിക്കാണ്. വളരെ സ്ട്രാറ്റജിക് മൂവാണ്. എന്തായാലും ഈ സമയത്ത് ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ ഒന്ന് നമ്മുടെ വളർച്ചയ്ക്കും, 2 നമ്മുടെ പ്രതിരോധത്തിനും, നമ്മളെ ഉപദ്രവിക്കുന്നവർക്കുള്ള മറുപടിയും എല്ലാമാണ്. പലതരത്തിലുള്ള പ്രാധാന്യമുള്ള ഒരു പലതരം മുനകളുള്ള ഒരു എഗ്രിമെൻ്റാണ് ആ എഗ്രിമെൻ്റ്. ഇന്ത്യ ഒരുപാട് വലിയ കരാറുകൾ ഇനിയും നേടുമെന്ന് ഉറപ്പിക്കുന്ന തരത്തിലുള്ള ഒരു സൂചനയാണ് ഈ കരാർ. ഓക്കെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.